അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മഴക്കാലമായതുകൊണ്ട് മദ്രസകള് സ്കൂളുകളൊക്കെയും കൂടുതൽ റജയാകുന്നുണ്ട്, ലീവാകുന്നുണ്ട്. കൂടുതൽ മഴയ്ക്ക് സാധ്യത ഉണ്ടായാൽ അല്ലെങ്കിൽ കൂടുതൽ മഴ വന്നാൽ ഉടനെ തന്നെ DC സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കുമൊക്കെ റജ കൊടുക്കാറുണ്ട്. ആ നിയമം വന്നാൽ ഉടനെ തന്നെ എല്ലാ മഹല്ല് കമ്മിറ്റിക്കാരും മദ്രസക്ക് റജ കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ നടന്നു പോകുന്നത്. ഇവിടുത്തെ ഗവൺമെന്റിന്റെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതിലൊന്നും ഞാൻ വിമർശിക്കുകയോ എതിരഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ ഞാൻ ചെയ്യുന്നില്ല. എന്നാലും ചില വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഷാല കോളേജിക്ക് ഇവിടുത്തെ DC ഓർഡർ ചെയ്യുമ്പോൾ ഓരോരോ മഹല്ലുകളിൽ അടുത്ത വീടുകളാണ് ഉള്ളത്. അവിടെ മഴ വന്നാലും അപകടങ്ങൾക്ക് സാധ്യതയില്ല അങ്ങനെയുള്ള മഹല്ലുകളാണ് എങ്കിൽ അവിടുത്തെ മരങ്ങളോ അല്ലെങ്കിൽ തോടുകളോ കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളോ ഒന്നും ഇല്ലാത്ത ഏരിയകളാണ് എങ്കിൽ, കുറെ ദൂരമുള്ള വീടുകളല്ല എങ്കിൽ അവിടെ കേവലം 1.5 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ മദ്രസ നടത്തുന്നതിന് വിരോധമുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. DC-യുടെ അഭിപ്രായത്തിന് എതിർ പറഞ്ഞതല്ല. അങ്ങനെ ഒരു റിക്വസ്റ്റ് DC-യോട് അല്ലെങ്കിൽ ഗവൺമെന്റിനോട് നമ്മുടെ മാനേജ്മെന്റ്, മഹല്ല് കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ മാനേജ്മെന്റ്, മദ്രസ ബന്ധപ്പെട്ട അധികാരികൾ അവരോട് സംസാരിച്ച് അങ്ങനത്തെ ഒരു സൗകര്യം ഉണ്ടാക്കിയാൽ എന്തേ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അങ്ങനത്തെ ഒരു പെർമിഷൻ വാങ്ങിക്കൊണ്ട് അതാത് മഹല്ലിന്റെ സാഹചര്യങ്ങൾ നോക്കി നമുക്കെന്താക്കാം, അങ്ങനത്തെ ഒരു റിക്വസ്റ്റ് മുന്നിൽ വെക്കാമെന്നാണ് ഞാനൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. കാരണം മദ്രസ ലീവുകൾ മറ്റുള്ള സ്കൂൾ ലീവുകളിനേക്കാൾ കൂടുതലാകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, റമദാൻ മുഴുവനും 1 മാസം റജയാണ്. റമദാനിന്റെ മുമ്പിൽ കുറച്ച് ദിവസവും റമദാനിന്റെ ശേഷം കുറച്ച് ദിവസം ലീവാണ്. പിന്നെ ബലിപെരുന്നാൾക്ക് കുറച്ച് ദിവസം ലീവ് വരും. അതുപോലെ തന്നെ സ്കൂള് 2 മാസമോ 1.5 മാസമോ ലീവ് ഉണ്ടായാൽ ആ സമയത്തും കുട്ടികൾക്ക് ലീവ് കൊടുക്കണം. പിന്നീട് ദസറ ലീവ് പറഞ്ഞിട്ട് അങ്ങനെ വന്നാലും അവിടെയും ലീവ് കൊടുക്കണം. അപ്പോൾ മദ്രസയുടെ അധിക സമയങ്ങളും ലീവിന്റെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത്. ഞാനിത് പഴയ കാലവും ഇക്കാലവും ഒരുപോലെയാണെന്ന് പറയുന്നതല്ല. നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ഒരൊറ്റ ദിവസം പോലും ലീവുകളില്ല. എത്ര മഴ വന്നാലും എത്ര കാറ്റ് വന്നാലും ലീവുകൾ ഇല്ല എന്നുള്ളത് ആദ്യ യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാം. ഇനി സ്കൂള് ചിലയിടത്ത് ഞായറാഴ്ചയോ വ്യാഴാഴ്ചയോ ലീവുകൾ ഉണ്ടായാൽ പോലും അന്ന് പോലും ട്യൂഷൻ എടുത്തുകൊണ്ട്, സ്പെഷ്യൽ ക്ലാസ് എടുത്തുകൊണ്ടാണ് മദ്രസ പഠനം നടത്തിക്കൊണ്ടുണ്ടായിരുന്നത്. പഠനം അത്രക്കും സെറ്റപ്പായിരുന്നു. ഇപ്പോഴും നല്ല സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ ചില സാഹചര്യങ്ങളെ കൊണ്ട് ലീവ് കൂടുതലായി കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം DC-യുടെ ഓർഡറുകൾ വരുമ്പോൾ അവരോട് ഒന്ന് സംസാരിച്ച്
ചില മഹല്ലുകളുടെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നോക്കി നമ്മുടെ മദ്രസ നടത്താനുള്ള ഒരു പെർമിഷൻ വാങ്ങിയാല് അത് നന്നാകുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പോ DC-കൾ ഓർഡർ കൊടുത്താല്, റജ ലീവ് പ്രഖ്യാപിച്ചാല് ആ ദിവസം മഴ തന്നെ ഉണ്ടാവൂല. അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അപ്പൊ ചില നാടിന്റെയും സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് നീങ്ങാനുള്ള ഒരു റിക്വസ്റ്റ് അവരോട് നമ്മൾ നടത്തിയാല് അത് നടക്കുമെന്നാണ് ഞാനൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത്, വിമർശനമല്ല. രണ്ടാമത് ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് എത്രമാത്രം ഈ അഭിപ്രായങ്ങൾ ശരിയാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ വന്ന അഭിപ്രായങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതൊന്ന് പറയാനുള്ളത്, ഈ ഒരു കൊല്ലത്തിന്റെ സിലബസ് സ്കൂളിലായാലും മദ്രസയിലായാലും ആ ലീവുകളെ റജകളൊക്കെയും കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഈ സിലബസ് റെഡിയാക്കേണ്ടത് എന്നും കൂടി ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഒരുപാട് ലീവുകൾ വരുന്നുണ്ട്. ആ സമയത്തൊക്കെയും സിലബസ് ആണെങ്കിലോ പിന്നെ റണ്ണിങ്ങിലാണുള്ളത്. ലീവിന്റെ സമയത്തും ആ പാഠങ്ങൾ എടുക്കണം എന്ന തർത്തീബിന്റെ മട്ടിലാണ് സ്കൂളിൻ്റെതായാലും മദ്രസയിലായാലും റെഡിയാക്കിയിട്ടുള്ളത്. അപ്പൊ അത്തരം ദിവസങ്ങളിൽ റജ കൊടുത്താൽ ആ സമയത്തിന്റെ പാഠങ്ങള് കുട്ടികൾക്ക് ഒന്നായി പഠിപ്പിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ഒന്നായി എഴുതാൻ കൊടുക്കുക എന്നുള്ള ഒരു മനഃശാസ്ത്രത്തിനോട് വിരോധം പോലെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കുട്ടികളുടെ മനഃശാസ്ത്രം അനുസരിച്ച് അവരുടെ പക്വത അനുസരിച്ചിട്ട് പഠിപ്പിക്കണമെന്നാണ് അവരുടെ സൈക്കോളജി പഠിപ്പിക്കുന്നത്. എന്നാൽ സ്കൂളിലാണെങ്കിലും ഈ ലീവ് ഉണ്ടായി റജവുള്ളായ സമയത്ത് ഒക്കെയും പാഠങ്ങൾ നീങ്ങാതെ മറ്റുള്ള സമയങ്ങൾ മുഴുവനുമായി ഒരുപാട് എഴുതി കൊടുത്ത് അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പഠനം നീങ്ങുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. മദ്രസയായാലും തന്നെ ആ ലീവിന്റെ സമയത്തൊക്കെ ഞങ്ങള് പാഠങ്ങൾ നീങ്ങാതെ മറ്റുള്ള സമയത്ത് ആ പാഠങ്ങൾ ഒന്നിച്ചു പഠിപ്പിക്കുക എന്നുള്ളത് അത്രയും ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതാരെയും വിമർശിക്കാനോ എതിർക്കാനോ അല്ലെങ്കിൽ കുത്തിവെക്കാനോ അല്ല. ഞാൻ ഈ വിഷയം രണ്ട് കാര്യം ഒന്ന് നിങ്ങളുടെ മുമ്പിൽ മാനേജ്മെന്റിനോടും അതുമായി ബന്ധപ്പെട്ട ആളുകളോടും രേഖപ്പെടുത്തുന്നത്. ഒന്ന്, DC-യുമായി മാനേജ്മെന്റ്, മദ്രസ, മഹല്ലുകാരും അതുപോലെ തന്നെ SMEയും സംസാരിച്ച് ഇത്തരത്തിലുള്ള ഒരു റിക്വസ്റ്റ് ഞങ്ങൾ ചെയ്താൽ അതെനിക്ക് ഫലിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നൊന്ന്, അവർക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്രയൊക്കെയും ലീവുകൾ വരുന്നുണ്ട്, അതനുസരിച്ചിട്ട് നമ്മുടെ പാഠ്യപദ്ധതിയൊക്കെയും സജ്ജീകരിക്കണമെന്നാണ് എല്ലാ ഭൗതിക പഠനമായാലും മതപഠനമായാലും ഈ രണ്ട് റിക്വസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. എത്രമാത്രം ശരി എന്ന് എനിക്കറിയില്ല. പല എതിരഭിപ്രായങ്ങൾ വരും, പല വിമർശനങ്ങൾ വരും. എന്നാലും എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിച്ചത്. അസ്സലാമു അലൈക്കും.